ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിരുവനന്തപുരത്തുകാരുടെ ചൂര മീൻ കറി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ മീനാണ്. കുറേ വെള്ളത്തിൽ കഴുകി നല്ല ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ തേങ്ങയുടെ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. വറുത്ത മുളക് പൊടിയല്ല, നമുക്ക് പച്ചയ്ക്ക് പൊടിച്ചു വെച്ച മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 ചെറിയ ഉള്ളി അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പുളി, വാളംപുളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. മഷി പോലെ അരയ്ക്കരുത്, തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കിത് മീനിലേക്ക് ചേർക്കാം. മീനിലേക്ക് ചേർക്കുമ്പോൾ കുറച്ചും കൂടി മുളക് പൊടി വേണമെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കുറവ് മതിയെങ്കിൽ ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക്, മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർക്കുന്നെങ്കിൽ നമ്മൾ പുളി കുറച്ചരച്ചാൽ മതി. ഇതിൽ ഒരു തക്കാളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാങ്ങ ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ചും കൂടി വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി നമുക്ക് സ്റ്റൗ ഓണാക്കി വയ്ക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് സ്റ്റൗവിലേക്ക് വയ്ക്കാം. നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് ഉപ്പ് നോക്കണം. ചെറുതായിട്ട് ഇളക്കാവൂ. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കഷ്ണം പൊടിഞ്ഞു പോവും. ഇനി ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. പുളി കുറവാണെങ്കിൽ പുളി ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ പുളിയെല്ലാം ഉണ്ട്. ഞാനിത് ഒന്നും കൂടി കുലുക്കി വച്ച് കൊടുക്കുകയാണ്. എപ്പോഴും തവി വെച്ച് ഇളക്കരുത്. ഇപ്പം നമ്മുടെ മീൻ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ലൂസായിട്ട് എടുക്കണമെങ്കിൽ ലൂസായിട്ട് എടുക്കാം, കുറച്ചും കൂടെ വറ്റിക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം. ഒന്നും കൂടി വേണമെങ്കിൽ ഉപ്പ് നോക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ രുചികരമായ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.